നല്ല മാർദ്ദമാട്ടോ. വാ, സീഡ് വളരെ ചെറുതാണ്, അടിപൊളി, നന്നായിട്ട്. അപ്പം നമുക്ക് ഏതായാലും ഒരെണ്ണത്തിൻ്റെ ഇതൊന്ന് എടുത്തു നോക്കാം. എന്താ ഇത് ശരിക്കും ഇതാണ് അവക്കാഡോ അഥവാ വെണ്ണപ്പഴം എന്ന് തന്നെ പറയാനുള്ള കാരണം. വെണ്ണ പോലെ തന്നെ ഇതാണ്. ഇത് കണ്ടില്ലേ, തൊലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സോഫ്റ്റാണ് തൊലി. പക്ഷേ എങ്കിൽ പോലും തൊലിയിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് അത് എടുത്ത് കിട്ടുന്നുമുണ്ട്. അതിലൊന്ന് കഴിച്ചു നോക്കാം. ഒട്ടും മക്കില്ല. ഇതിൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകതയായിട്ട് ഞാൻ കാണുന്നത്, സാധാരണ നമുക്ക് പൊള്ളോക്ക് കഴിക്കുമ്പോൾ ഒരു ലേശം മക്ക് ഉണ്ട്. ഇതിന് മക്കെന്ന് പറയുന്ന ഒരു സംഭവമേ ഇല്ല. ഇപ്പം നമ്മൾ പിറവത്ത് കണ്ടെത്തിയ ജൈവോത്രി എന്ന് പറയുന്ന നമ്മൾ തന്നെ പേരിട്ട് ഇറക്കിയ ജൈവോത്രി, അതുമായിട്ട് തന്നെ 100% സാമ്യമുള്ള ഒരു ഇനം തന്നെയാണ്. അടിപൊളി. ശരിക്കും നമുക്ക് ഒരു മിക്സിയിലിട്ട് നമുക്ക് ജ്യൂസ് ആക്കാൻ പോലും നിൽക്കണ്ട, അതുപോലെ ഇതാണ്. അപ്പോൾ നമ്മൾ അവക്കാഡോ ജൈവോ 4, ഇപ്പോൾ കഴിഞ്ഞ വർഷം ജൈവോ 4ൻ്റെ വീഡിയോ ഇട്ടായിരുന്നു. കൊടും ചൂടത്ത് കായ്ക്കുന്ന അവക്കാഡോ എന്നും പറഞ്ഞ് നമ്മുടെ ഒരു വീഡിയോ ഇട്ടായിരുന്നു. അപ്പോൾ അതിനു മുമ്പ് നമ്മൾ പിറവത്ത് ജൈവോ 3 എന്നും പറഞ്ഞ പേരിലാണ് ഇറക്കിയത്. രണ്ടും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. അപ്പോൾ എന്തായാലും നമ്മൾ ജൈവോ 4 അവക്കാഡോ ഗ്രാഫ്റ്റ് അടിച്ച് റെഡിയായി. അപ്പോൾ തൈകൾ നമ്മൾ കൊടുത്തു തുടങ്ങുവാണ്. അപ്പോൾ ഒത്തിരി ആൾക്കാർ കുറേ ആൾക്കാർ തൈകൾ കൊണ്ടുപോയി. അപ്പോൾ കുറച്ച് പേര് ഇത് ഇപ്പോഴും വിളിച്ചുകൊണ്ടിരിക്കുവാണ് തൈകൾ കിട്ടിയില്ല എന്നും പറഞ്ഞ്. അപ്പോൾ അത് കാരണം നമ്മൾ വീഡിയോ അങ്ങ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാമല്ലോ. അപ്പോൾ അതുകൊണ്ട് തൈ ഏറെക്കുറെ നമ്മൾ ഗ്രാഫ്റ്റ് അടിച്ച് റെഡിയായി. ഇനിയിപ്പോൾ ഇത് നമ്മൾ ഇത് കട്ട് ചെയ്ത് കളയാറായി.
അത്യാവശ്യം നല്ല വളർച്ച തന്നെയുണ്ട്. നല്ല ജൈവോ3 പോലെ തന്നെ ജൈവോ3 നല്ല വളർച്ചയാണ്. അതുപോലെ തന്നെ ഇതിനും നമ്മളിപ്പോൾ ജൈവോ3 ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൊടുത്തേക്കുന്ന പലരും ഒത്തിരി ആൾക്കാർ വിളിച്ചു പറഞ്ഞു വളരെ നല്ല തൈകളാണ്, നന്നായിട്ട് വളർച്ചയുണ്ട് എന്ന് പറഞ്ഞ പോലെ തന്നെ ഇതിനും നല്ല വളർച്ചയുണ്ട്. പിന്നെ അതിനുപരി കറക്റ്റ് 4 വർഷമായ ഒരു തൈയായിരുന്നു ഇത്. അപ്പോൾ 4 വർഷമായിട്ടും ഇത് ഒന്ന് പൂത്തിട്ട് പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് അത് കട്ട് ചെയ്ത് ഞങ്ങൾ കളഞ്ഞിട്ട് 4 വർഷമായിട്ട് ഇത് പൂക്കുകയോ കായ്ക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ ഇതിലേക്ക് ഒരു 2 ഇനം ഇപ്പം നമ്മൾ കണ്ടെത്തിയ 2 ചെടികൾ, അതിലാദ്യം കണ്ടെത്തിയ ചെടിയാണ് ജൈവോ3. ഈ ജൈവോ3 ഇതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടുന്ന് മുളച്ചു വരുന്ന ആ ഒരു ചെറിയ തണ്ടയിലാണ് ഗ്രാഫ്റ്റ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ഭംഗിയായിട്ട് അത് പിടിച്ചു, നല്ല വളർച്ചയാണ് ഇതിനും കാണിക്കുന്നത്. ജൈവോ4, ഈ ജൈവോ4 ഇവിടെ 1, 2, 3, 4 ജൈവോ3 ഗ്രാഫ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ഇത് ബഡാണ് ചെയ്തത്, ജൈവോ4 ബഡാണ് ചെയ്തത്. അപ്പോൾ ആദ്യം ചെയ്തത് ബഡാണ്. ഇതിൽ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ആദ്യം ചെയ്തത് ബഡാണ് ചെയ്തിരിക്കുന്നത്. 1, 2, 3, 4 സ്റ്റമ്പ്. ഇതിൻ്റെ വളർച്ച തന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. സാധാരണ നമ്മൾ പല വെറൈറ്റികൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും വളർച്ച ഇതിന് കാണിക്കാറില്ല. ചില ഇനങ്ങൾ നല്ല വളർച്ചയും കാണിക്കാറുണ്ട്. അപ്പം അങ്ങനെ 2 വെറൈറ്റിയും നമ്മൾ ഈ 4 വർഷമായ ഗ്രാഫ്റ്റ് പ്ലാന്റ് പൂക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ അതിലേക്ക് ചെയ്തേക്കുന്നതാണ്. ഇത് മിക്കവാറും ഒരു 90% അടുത്ത വർഷം തന്നെ ഫ്ലവർ ആവും. അപ്പോൾ അടുത്തത് നമ്മൾ എടുത്ത് പറയത്തക്ക ഒരു കാര്യമുണ്ട്. പല ആൾക്കാരും നമ്മൾക്ക് ജൈവോ3 നമ്മൾ പലർക്കും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കൊടുത്തേക്കുന്ന നമ്മൾ പല 3-4 വെറൈറ്റി അവക്കാഡോകൾ നമ്മൾ ഈ മധ്യ കേരളത്തിൽ കാച്ചേക്കണം ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അതിൽ നമുക്ക് ഉറപ്പായിട്ട് ഇതിപ്പോൾ ഇനിയിപ്പോൾ 3 എന്നുള്ളത് 4 വർഷമല്ല 5 വർഷമായാലും നമുക്ക് നമ്മുടെ കാലാവസ്ഥ കായ്ക്കുമെന്നുള്ളത് മാത്രം നമ്മൾ നോക്കി വെച്ചാൽ മതി. പിന്നെ പല അവക്കാഡോകളും ഇവിടെ ട്രോപ്പിക്കൽ എന്നും പറഞ്ഞ് പലരും ഇപ്പം നമ്മളാരെയും കുറ്റപ്പെടുത്തുന്നതല്ല, പല പ്ലാന്റുകളും പലയിടത്തും ഞാൻ പ്ലാന്റ് ചെയ്തേക്കണം കണ്ടിട്ടുണ്ട്. അതൊരു വളരെ വളർച്ച മുരടിച്ച് നിൽക്കുന്ന ഒരു 2-3 ഇനങ്ങൾ ഇതേ ഒപ്പം തന്നെ ഇപ്പം ഞാൻ നമ്മൾ ഈ കൊടുത്ത ജൈവോ4ഉം ജൈവോ3യും ഒക്കെ അതിൻ്റെ വളർച്ച ഈ വളർച്ചയായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ വളരെ സ്പീഡിലാണ് ഇതിൻ്റെ വളർച്ച. ഇപ്പം ഇത് ഞാൻ ചേട്ടന് കൊടുത്തിട്ട് 9 മാസമായ ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ വളർച്ച കാണുമ്പോൾ തന്നെ മനസ്സിലാവും. 9 മാസമായപ്പോഴത്തേക്കും അത് ഇത് കണ്ടില്ലേ. ഇത് പൊതുവേ ഈ ചെടിയെപ്പറ്റി നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിന് ദുരിതവാട്ടം കൂടുതലുള്ള ഒരു ചെടിയാണ് അവക്കാഡോ എന്ന് പറയുന്നത്. ദുരിതവാട്ടം പൊതുവെ കൂടുതലുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ വളർച്ച തന്നെ നമ്മൾ ശ്രദ്ധിച്ചോ. 9 മാസം കൊണ്ടുള്ള വളർച്ചയാണ്. ഏറെക്കുറെ എൻ്റെ ഈ ഒപ്പം തന്നെ എത്തിക്കഴിഞ്ഞു. ഞാൻ ഒരു വെച്ചേക്കുന്ന പ്ലാന്റും ഞാനൊരു 5 പ്ലാന്റ് നടാനായിരുന്നു തീരുമാനിച്ചത്. സാഹചര്യത്തിൽ ഒത്തിരി സുഹൃത്തുക്കൾ വന്ന് അവസാനം എനിക്കും ഒരെണ്ണമാണ് പ്ലാന്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. പക്ഷേ ഇത്തവണ ജൈവോ4 ഞാനൊരു 5 എണ്ണം തന്നെ പ്ലാന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വളർച്ച ഏറെക്കുറെ ഇതുപോലെ തന്നെ നമുക്ക് ഒരു സീഡ്ലെസ് അവക്കാഡോയുണ്ട്. അതിൻ്റെയും ഞാൻ ചേട്ടന് കൊടുത്തതാണ്. അതിൻ്റെയും വളർച്ച നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മളിപ്പോൾ 9 മാസമായ ജൈവോ3യുടെ വളർച്ച കണ്ടു. അപ്പോൾ ഇത് ജൈവോ4 ആണ്. ജൈവോ4 ഇത് ഏകദേശം ഒരു 3-4 മാസം വിലയേട്ടാ 3-4 മാസത്തെ വളർച്ചയാണ് ജൈവോ4ൻ്റെ. അപ്പോൾ അത് ഇതിപ്പോൾ നമ്മൾ ജൈവോ4 ഗ്രാഫ്റ്റ് അടിച്ചേക്കണ തൈയാണ് നമ്മൾക്ക് കൊടുക്കാനുള്ള തൈ. അപ്പോൾ ഇതിൻ്റെ 2ൻ്റെയും ആ ഇല വളർന്നു വരുമ്പോൾ തന്നെ കണ്ടോ. അപ്പോൾ ജൈവോ3യുടെയും ജൈവോ4ൻ്റെയും ഇല സമാനമായ രീതിയിൽ തന്നെയാണ്. രണ്ടും നല്ല വളർച്ചയാണ്. പിന്നെ ഞാൻ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു 3-4 വെറൈറ്റികൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ പുതിയതായിട്ട് നമ്മൾ കണ്ടെത്തിയ ഒരു ഈരാറ്റുപേട്ട സൈഡിൽ നിന്ന് കണ്ടെത്തിയ ഒരു അവക്കാഡോയാണിത്. ഇതിനൊരു പ്രത്യേകത എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് സീഡ് നട്ട് ആ സീഡ് പ്ലാന്റ് തന്നെ 5-ാം വർഷം കാച്ച ഒരു അവക്കാഡോയാണ്. അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾ കുറച്ച് ചെയ്തിട്ടുണ്ട്. അത് റെഡിയായി വരുന്നു. ഇത് അതേ 9 മാസത്തെ വളർച്ച തന്നെ ഉള്ള ഒരു ഇനാണ്. ഇതും നമ്മൾ കർണാടകയിൽ നമ്മൾ ബെൽത്തങ്ങാടി ഒരു തോട്ടത്തിൽ നിന്നും കണ്ടെത്തിയ സീഡ്ലെസ് അവക്കാഡോയാണ്. അപ്പോൾ ആ സീഡ്ലെസ് അവക്കാഡോ കാര്യം ഇപ്പം നമ്മൾ ജൈവോ3യുടെ ജൈവോ4ൻ്റെ അത്രയൊന്നും തൂക്കം ഇതിനില്ല. 400 ഗ്രാമൊന്നും അടുത്ത് വരുന്നില്ല. ഏകദേശം ഒരു 250-300 ഗ്രാം തൂക്കമാണ് ഇതിന് വരുന്നുള്ളൂ. ചെറിയ കായാണ്, സീഡ്ലെസ് ആണെന്നുള്ള ഒരു പ്രത്യേകത മാത്രമുണ്ട്. പക്ഷേ
നല്ല വളർച്ച തന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതിനും കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഒരു 3-4 വെറൈറ്റി മധ്യ കേരളത്തിൽ നമുക്ക് നന്നായിട്ട് കായ്ക്കുന്നത്. കർണാടകയിൽ കാച്ചതിൻ്റെ ആണ്, ഇത് മധ്യ കേരളത്തിൽ കാച്ചതിൻ്റെ അല്ല, അത് പ്രത്യേകം നമ്മൾ എടുത്തു പറയുവാണ്. അപ്പം നമുക്കിവിടെ നമ്മുടെ കാലാവസ്ഥയിൽ കാച്ച 3-ാം വർഷം 4-ാം വർഷം കാച്ച 2 പ്ലാന്റുകളാണ് ജൈവോ 3യും ജൈവോ 4ഉം. മൂന്നാമത്തെ ഒരു ഇനം ഈരാറ്റുപേട്ടയിൽ നമ്മൾ കണ്ടെത്തിയേക്കുന്നതാണ്. അതിൻ്റെ പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 5-ാം വർഷം സീഡ് പാകി മുളപ്പിച്ച തൈയിൽ നിന്ന് അവിടെ ഇപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞങ്ങൾ ഉടനെ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് വളരെ പരിമിതമായ തൈകളെ നമുക്ക് പിടിച്ചു കിട്ടിയിട്ടുള്ളൂ. 150 അടുത്ത് തൈ ചെയ്തിട്ട് 10-40 എണ്ണം പിടിച്ചു കിട്ടിയിട്ടുള്ളൂ. ഒരു ട്രിപ്പോടെ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. എന്തായാലും ജൈവോ 4 അവക്കാഡോ നമ്മൾ കൊടുക്കാൻ തയ്യാറായിട്ടുണ്ട്. ഈ വർഷം കഴിഞ്ഞ വർഷം ഇത് മുതൽ ഒത്തിരി ആൾക്കാർ വിളിച്ചു ചോദിച്ചു. അപ്പോൾ നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. ജൈവോ 3യും അതുപോലെ തന്നെ കൊടുക്കാൻ റെഡി ആയിട്ടുണ്ട്. പ്രിൻസേട്ടനുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി, നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ. അപ്പോൾ ഓക്കെ.